വയസ്സല്ല ഇതിപ്പോ അവര് ചാനലുകാരെ കൊണ്ടുവന്നിട്ട് ചാനലുകാരടുത്ത് പറയുകയാണ് ഇങ്ങനെ. നിങ്ങൾ 2 ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് വില്ലേജ് ഓഫീസറെ കാണിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി എടുത്തുകൊണ്ട് വന്ന് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ മെമ്പർ പറഞ്ഞ് ഈ വീട്ടിൽ ആൾ താമസമില്ല, അതുകൊണ്ട് ഒന്നും വേണ്ട, അവർ മാറി താമസിക്കുന്നവരാണ്, ഈ വീട് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അവരവിടെ വന്നപ്പോഴും സാർ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്താ, ഞാൻ മെമ്പർ പറഞ്ഞ് ആ വീട്ടിൽ താമസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കൊടുത്താ. ഈ വീട് എത്രയും പെട്ടെന്ന് അവർക്ക് താമസയോഗ്യമായി കൊടുക്കാൻ ഉള്ള നടപടികളുണ്ടാകും. ഇപ്പോഴത്തെ സർക്കാർ നിയമം അനുസരിച്ച് ഒരു പരിഹാരവും കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വാർഡ് ചോദിച്ചു, 25 വർഷമായി എന്നോട് കല്യാണം കഴിച്ചുകൂടെ കൊണ്ടുവന്നു. ഇവിടെ തന്നെയാണ് വേറെ എങ്ങും ഒരു സ്ഥലമില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ വീട് ഇടിഞ്ഞപ്പോ ആരുടെ വീട്ടിലാണ് താമസിക്കുന്നത്? താമസത്തിന് പോയിട്ടില്ല, ഇവിടെ തന്നെ താമസിക്കുന്നു. ഈ കുടുംബം ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന തന്നെയാണോ? ഞാൻ ഇവിടെ വരുമ്പോഴുണ്ട്, ഒരു കുഞ്ഞുങ്ങളായിരുന്നപ്പോഴുണ്ട്. ഇവർക്ക് വേറെ വീടുള്ളതായിട്ട് അറിയാമോ? ഇല്ല. സഹായിക്കാണ്ട വാർഡ് മെമ്പർ വില്ലേജ് ഓഫീസർ പറഞ്ഞെന്ന് വില്ലേജ് ഓഫീസർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്മരുതി പഞ്ചായത്ത് 15ാം വാർഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ രാജു ബിന്ദു 2 ദമ്പതികൾ ഞങ്ങളെ ഒരു വാർത്ത ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. അവരുടെ വീട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കനത്ത മഴയിൽ അവരുടെ വീട് ഇടിഞ്ഞു, നാശനഷ്ടങ്ങളുണ്ടായി, അവർക്കിവിടെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇനിയാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. ഇവർ ഈ ഒരു സംഭവത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ പഞ്ചായത്തിനെയും വില്ലേജ് ഓഫീസിനെയും ഇവിടുത്തെ വാർഡ് മെമ്പറെയൊക്കെ സമീപിച്ചു. ഇവർ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. ആ ട്വിസ്റ്റ് എന്തെന്ന് ഈ രാജു പറഞ്ഞു തരും. നിങ്ങൾ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ എന്താ പറഞ്ഞത്? ഈ ഫോട്ടോ കൊണ്ടുവന്ന് എന്തെന്ന് നോക്കിയപ്പോൾ തന്നെ പറഞ്ഞ് ഈ വീട്ടിൽ ആൾ താമസമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ആര് പറഞ്ഞത്? അത് നിങ്ങളെ വാർഡ് മെമ്പർ പറഞ്ഞാണ് ഇവിടെ ആൾ താമസമില്ലെന്ന് പറഞ്ഞ് അവർ മാറി താമസിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിച്ചു വിട്ട്. പിന്നെ വാർഡ് മെമ്പർ പറഞ്ഞു നിങ്ങൾക്ക് വേറെ വീടുണ്ടോ? മാറി താമസിക്കുകയാണ്, ഇത് ഈ വീട്ടിനകത്ത് ആൾ താമസമില്ല, ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അത് ഒഴിഞ്ഞ്. അപ്പോൾ ഏതായാലും ഈ കുഴപ്പമില്ല എന്ന് ഈ വാർഡ് മെമ്പർ പറഞ്ഞതായി പറയുന്ന ഈ രാജുവിൻ്റെയും ബിന്ദുവിൻ്റെയും വീട് ഞങ്ങൾ പ്രേക്ഷകരെ ഒന്ന് കാണിക്കുകയാണ്. ഇത് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഇവിടെ അടുത്ത് താമസിക്കുന്നതാണോ? ഇതാണ് എന്റെ വീട്. ഈ കുടുംബം ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന തന്നെയാണോ? തന്നെയാണ്. ഇവർക്ക് വേറെ വീടും ഒന്നുമില്ല, 2 പേർക്കും ഇല്ല. അവർ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. അപ്പൊ ഇവരിവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. ഞാൻ ഇവിടെ വരുമ്പോഴുണ്ട്, ഒരു കുഞ്ഞുങ്ങളായിരുന്നപ്പോഴുണ്ട്. അമ്മയും അച്ഛനും മരിച്ചപ്പോഴും അവര് സഹോദരി അവരെല്ലാം കൂടെ താമസിച്ചിരുന്നു. ഇവരിപ്പോ ആരോപിക്കുന്നത് അവരുടെ വാർഡ് മെമ്പർ പറഞ്ഞു വാർഡ് മെമ്പർ പറഞ്ഞില്ലേ, വാർഡ് മെമ്പർ വില്ലേജ് ഓഫീസറുടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവരിവിടെ താമസിക്കുന്നത് പിന്നെ വീടിടിച്ച് അല്ലേ? ഞങ്ങളെല്ലാം കണ്ടല്ലേ. ഇവര് പറയുന്ന യാഥാർത്ഥ്യമാണ്. ഇവർക്ക് ഇവിടെ തന്നെയാണ്. എനിക്ക് അറിവായ കാലം തൊട്ടേ അവർ ഇവിടെയാണ് താമസം. ഇവർക്ക് വേറെ വീടുള്ളതായിട്ട് അറിയാമോ? ഇല്ല, ഇവിടെ തന്നെയാണ് അവരെ കുടുംബ വീട് തന്നെ. ഇത് വേറെ എങ്ങനെ പെരയിടാനുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് 4 ദിവസമായി മഴ പെയ്ത് മൊത്തം ഇടിഞ്ഞു വീണ്. മെമ്പർ വന്ന് കണ്ട് ഇതിന്റെ ഫോട്ടോ എടുത്ത് വില്ലേജ് ഓഫീസറിന് അയച്ചു കൊടുത്തിട്ട് ഇത് വേണ്ട, എനിക്ക് എന്തെങ്കിലും ധനസഹായം ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ 2 ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് വില്ലേജ് ഓഫീസറെ കാണിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി എടുത്തുകൊണ്ട് വന്ന് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ മെമ്പർ പറഞ്ഞ് ഈ വീട്ടിൽ ആൾ താമസമില്ല, അതുകൊണ്ട് ഒന്നും വേണ്ട, അവർ മാറി താമസിക്കുന്നവരാണ്, ഈ വീട് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്, ആൾ താമസമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസർ തിരിച്ചു വിട്ടു. അതായത് നിങ്ങളെ സഹായിക്കേണ്ട വാർഡ് മെമ്പർ വില്ലേജ് ഓഫീസർ പറഞ്ഞെന്ന് വില്ലേജ് ഓഫീസർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ശരി, നിങ്ങളെ മെമ്പറാണ്. നിങ്ങളുടെ വാർഡ് മെമ്പർ? ലിനീസ്.
ലിനീസ് എത്രാം വാർഡാണ്? 15. ചെമ്മരുതി പഞ്ചായത്തിൽ 15ാം വാർഡില്. അപ്പൊ നിങ്ങളെ സഹായിക്കേണ്ട വാർഡ് മെമ്പറുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സഹായം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഒരു ഉപദ്രവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ആരോപിക്കുന്നത്? അതെ. നിങ്ങൾ എന്താ ചെയ്യുന്നു? ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ശരിക്കും നിങ്ങൾ ഇവിടെ താമസിക്കുന്നു? ഇവിടെ താമസിക്കുന്നു 47 വർഷത്തോളമായി. എന്റെ 13 വയസ്സിൽ ഇവിടെ കയറിയതാണ്. ഓക്കെ. നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെ വീടുണ്ടോ? ഇല്ല. ഇല്ല. ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത്? ഞാനും ഭാര്യയും 2 മക്കളുമാണ് താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വീട് ഇടിഞ്ഞപ്പോൾ ആരുടെ വീട്ടിലാണ് താമസിക്കുന്നത്? താമസത്തിന് പോയിട്ടില്ല, ഇവിടെ തന്നെ താമസിക്കുന്നത്. പിന്നെ എന്താണ് മെമ്പർ അങ്ങനെ ഈ സാഹചര്യത്തിൽ? അറിയത്തില്ല. നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞ ഇത്രയും വർഷമായിട്ട് താമസിക്കുന്നു? 25 വർഷമായി എന്നോട് കല്യാണം കഴിച്ചു ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്? നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ വസ്തുവല്ലോ ഉണ്ടോ? വേറെ എങ്ങും ഒരു സ്ഥലമില്ല. ഇതാരുടെ പേരിലാണ് ഈ ഇത്? ചേട്ടന്റെ അച്ഛന്റെ പേരിലാണ്. അച്ഛന്റെ പേരിലാണ്. ഇദ്ദേഹത്തിന് വേറെ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങൾക്കുണ്ടോ വസ്തുക്കൾ? ഇല്ല. കുടുംബ സ്വത്ത് 3 സെന്റ് പെരയുടെ ഉണ്ട്. ഞങ്ങൾ 4 മക്കളാണ്. അവിടെ വീടുണ്ടോ? ഇല്ല. വീട് എല്ലാം അതും ഇതേപോലെ പൊളിഞ്ഞ് ഇപ്പം മെയിൻ്റനൻസിന് കിട്ടാനായിട്ട് മെയിൻ്റനൻസിന്. ആ വീട് നിങ്ങളുടെ പേരിലാണോ? എൻ്റെ പേരിലല്ല. ഓക്കെ. ഇവിടെ നിങ്ങളെ മക്കളെ എന്ത് ചെയ്യുന്നു? പഠിക്കണോ? എൻ്റെ മക്കൾ ഇളയ മോൻ പഠിക്കുന്ന, മൂത്ത മോൻ പിന്നെ ഗ്യാസിയുടെ പണിക്ക് പോകണം. ഇളയ മോൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? മോൻ ഇപ്പം ഗ്രാഫിക് ഡിസൈൻ പഠിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ എത്ര സെന്റ് ഉണ്ട്? ഇവിടെ 10 സെന്റാണ്. ഇപ്പം നിങ്ങളുടെ വരുമാന മാർഗം എന്താണ്? വരുമാന മാർഗം ഓട്ടോ ഓടിക്കും. എനിക്ക് റേഷൻ കാർഡ് ഉണ്ടോ? ഏത് റേഷൻ കാർഡാണ്? മഞ്ഞ കാർഡാണ്. വില്ലേജ് ഓഫീസറല്ലേ? സാറേ ഞാൻ വിളിച്ചതേ, ഞാൻ നമ്മുടെ വാർഡിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ സാറിന്, മറ്റേ വീട് ഇടിഞ്ഞ കേസ് കേട്ടില്ലേ? അത് ഒരു ഓടിട്ട വീട് ഇടിഞ്ഞു പോയി, പഴയ വീടാണെന്ന് സാറിനടുത്ത് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അവർ താമസം ഉണ്ടായിരുന്നു പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ അവരവിടെ വന്നപ്പോൾ സാർ അവരടുത്ത് പറഞ്ഞു കൊടുത്താ, ഞാൻ മെമ്പർ പറഞ്ഞ ആ വീട്ടിൽ താമസമൊന്നും ഇല്ലെന്ന് പറഞ്ഞു കൊടുത്താ. അങ്ങനെയാണല്ലോ സാറിന്റെ അടുത്തും പറഞ്ഞത്. സാർ എൻ്റെ അടുത്തും പറഞ്ഞത് അവരുടെ പേരിൽ ഒരു രേഖയുമില്ല, അവരുടെ ഐഡന്റിറ്റി കാർഡും ആധാറൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ ആ വീടിനെ സംബന്ധിച്ചുള്ള ഒന്നും അവരുടെ പേരിൽ അല്ല. അതാണ് വിഷയം. മെമ്പറോട് ഞാൻ ചോദിച്ചു, ഇന്ന പോലെ വലിയ വീടാണോ, അവിടെ ആര് താമസം എന്നുള്ള വീട് ഞാൻ ചോദിച്ചു. മെമ്പർ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അത് ഓക്കെ ആണെന്ന്. ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ത് ആള് താമസമില്ലെന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞത് രേഖകളില്ലെന്നല്ലേ പറഞ്ഞോളൂ. രേഖയില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിലെ ഞാനൊക്കെ ചോദ്യം ചെയ്യേണ്ട ഭാഗമായിട്ട് ഞാൻ ചോദിക്കണ്ടായിരുന്നു. സാറേ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് അത് കൺഫേം ആണ്, അത് ഓക്കെ, കൊടുക്കാവുന്ന കേസാണ്. പക്ഷെ അതിലേക്ക് രേഖയില്ല സാറ്, രേഖയില്ല എന്നാണ് സാറ് പറയേണ്ടത്. ഇവരിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതല്ല. അവര് പറയുന്നതേ വയസ്സല്ല. ഇതിപ്പോ അവര് ചാനലാറെ കൊണ്ടുവന്നിട്ട് ചാനലാറെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പണികൾ അവർ ചെയ്തോണ്ടിരിക്കുക. രേഖയില്ല. താമസിക്കുന്ന ആള് വേറെ, കരമടച്ച് അതായത് ആ ഭൂമിയുടെ ഉടമ വേറെ. അതാണ് പ്രശ്നം. അത് സാറിന്റെ കൂടെ പറഞ്ഞല്ലോ. അതാണ് വിഷയം. ഇപ്പൊ ചാനലുകാർ ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. വലിയ ഒന്ന് സംസാരിക്കോ? ഫോണിൽ കൂടെ ഞാൻ സ്പീക്കർ ഇട്ടിട്ടുണ്ട്. സാറേ നമസ്കാരം. അതിനുള്ള പ്രശ്നം എന്താണെന്ന് ഇവിടെ പിന്നെ റെക്കോർഡ് അവര് താമസിക്കുന്ന ആളുടെ പേര് 2 അല്ല, അത് ഞങ്ങൾ കേട്ടു. അത് ഞങ്ങൾ കേട്ടു സാറേ. ഇതിനകത്തുള്ള ഒരു ആരോപണം എന്ന് വെച്ചാല് ഇവർ ഈ വീട് ആരോപണം അല്ലല്ലോ, വസ്തുതയാണ് ഞാൻ പറയുന്നത്. അല്ല, വസ്തുതയാണ് സാറിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ സാറിനോട് പറയുന്നത് ഇവരുടെ ആരോപണമാണ് പറയുന്നത്. ഇവരുടെ ആരോപണം എന്ന് പറഞ്ഞാല് അവർ 45 വർഷമായിട്ട് അവിടെ താമസിക്കുന്നു. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിലുള്ള വസ്തുവാണ്. ഈ വീട് കഴിഞ്ഞ ദിവസം മഴയിലും കാറ്റിലും ഇടിഞ്ഞു വീണു. ഇവര് ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസറെ കണ്ടപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞത്രേ, ഇവിടുത്തെ വാർഡ് മെമ്പർ പറഞ്ഞു അവരവിടുത്തെ താമസക്കാരല്ല, അവർ മറ്റു സ്ഥലത്ത് താമസിക്കുന്നവരാണ്, അവർക്ക് വേറെ വീടുണ്ടെന്നാണ് ഇവരുടെ ആരോപണം. വില്ലേജ് ഓഫീസർ വാർഡ് മെമ്പറോട് ചോദിച്ചു, വാട്സാപ്പിൽ ഞാൻ ചോദിച്ചു, വാർഡ് മെമ്പറെ ആ വീട് കണ്ടിട്ട് ഒരുപാട് പറയുന്നതാണെന്ന് ചോദിച്ചു, അവിടെ ആള് താമസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വാർഡ് മെമ്പർ എന്നോട് പറഞ്ഞു, സാറേ അവിടെ ആള് താമസമുണ്ട് എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതൊന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട്
അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളവിടെ താമസമാണോ എന്നുള്ള വിവരം ചോദിച്ചു. എന്ന് അന്വേഷിച്ചതാണ് എന്ന് സാർ അന്വേഷിച്ചതേ ഉള്ളൂ. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ്. ശരി 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 ശരി. അപ്പൊ ഞങ്ങൾക്ക് കാര്യം ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ മെമ്പറോട് ചോദിച്ചു എന്ന് പറഞ്ഞു അവര് താമസം ഉണ്ടോ എന്നുള്ള വിവരം മെമ്പറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നവരോട് പറഞ്ഞു. അപ്പൊ അവര് മെമ്പർ പറഞ്ഞതും പറയാത്തതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ശരി. ഏതായാലും മെമ്പർ ഇവരവിടെ താമസിക്കുന്നതായിട്ടുള്ള വിവരം താങ്കൾക്ക് തന്നിട്ടുണ്ട്. മെമ്പർ വാട്സാപ്പിൽ കൂടെ അല്ലേ പറഞ്ഞ പരക്കെ അവരുടെ ഗ്രൂപ്പിലല്ലേ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ സാർ. ഓക്കെ താങ്ക് യു. അത് അദ്ദേഹത്തിന്റെ കാണുമല്ലോ. ശരി കേട്ടാൽ മതിയല്ലോ. ശരി ശരി. അപ്പൊ ഏതായാലും ഈ ഒരു ആരോപണം വില്ലേജ് ഓഫീസറെ ഞങ്ങളിപ്പോൾ ഇദ്ദേഹത്തിന്റെ വാർഡ് മെമ്പറുടെ ഫോണിൽ നിന്ന് തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഈ ഒരു ആരോപണം നിഷേധിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള സംസാരങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവർ താമസക്കാരാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യം അവരോട് ചോദിക്കുക മാത്രമാണ് ഉണ്ടായതെന്ന് തന്നെയാണ് വില്ലേജ് ഓഫീസർ ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പറയുന്നത്. ഏതായാലും ഇവരുടെ ഈ ഒരു വീടിന്റെ വിഷയത്തിൽ ഈ വാർഡ് മെമ്പർ ചോദിച്ചതും അല്ലെങ്കിൽ പറഞ്ഞതും വില്ലേജ് ഓഫീസർ പറഞ്ഞതും ഒക്കെ തൽക്കാലം വിവാദമായിട്ട് അവിടെ തന്നെ തുടരട്ടെ. ഈ വീടിന്റെ കാര്യത്തിൽ അടിയന്തരമായി എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും വാർഡ് മെമ്പറെ? ഈ വീട് എത്രയും പെട്ടെന്ന് അവർക്ക് താമസയോഗ്യമായി കൊടുക്കാൻ ഉള്ള നടപടികൾ ഉണ്ടാകും? ഇപ്പോഴത്തെ സർക്കാർ നിയമം അനുസരിച്ച് ഒരു പരിഹാരവും കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം സർക്കാർ പറയുന്നത് ഇതിന്റെ ഉടമസ്ഥൻ അവരല്ല. അവർ ഉടമസ്ഥ സർട്ടിഫിക്കറ്റ് ആരാണോ ആ വീടിന്റെ ഉടമസ്ഥൻ അതിനുള്ള രേഖകൾ കൊണ്ട് തന്ന അവർക്ക് വീട് ഇപ്പൊ കൊടുക്കത്തില്ല. കാര്യം ഇപ്പോഴത്തെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അതായത് കാലാവസ്ഥ നിവാരണ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അതിൽ വേണമെങ്കിൽ സർക്കാരിന് പെട്ടെന്നൊരു വന്ന് വീട് കണ്ടിട്ട് അവരുടെ സാഹചര്യം മനസ്സിലാക്കി ഒരു എമൗണ്ട് കൊടുക്കാം. പക്ഷെ അതൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും താലൂക്കിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. മെമ്പർക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ വില്ലേജ് ഓഫീസുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. വില്ലേജ് ഓഫീസ് താലൂക്കായിട്ട് ബന്ധപ്പെടുന്നു, താലൂക്ക് കളക്ടർ, അങ്ങനെയാണ് ഇതിന്റെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് പോകുന്നത്. മനസ്സിലായില്ല. അപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഏതായാലും ഈ രാജു ബിന്ദു ദമ്പതികളുടെ വീട് ഈ കാലാവസ്ഥ വളരെ വലിയ മഴയും കാറ്റുമൊക്കെ ഉണ്ടായ ഈ സാഹചര്യത്തിൽ അവരുടെ വീടിനുണ്ടായ കേടുപാടുകൾ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചതാണ്. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് അവരവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെമ്മരുതി പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പറും വില്ലേജ് ഓഫീസറും ഒക്കെ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു, ഇവരുടെ വീടിനുണ്ടായ കേടുപാടുകൾ പരിഹരിച്ചു കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം. ആ വാർത്ത ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ക്യാമറാമാൻ അനീഷ് മംഗലപുരത്തോടൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.